ഹായ് ഫ്രണ്ട്സ്, കുവൈത്തിൽ വർബ ബാങ്കിൻ്റെ CD അക്കൗണ്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ അറിവിലേക്കുള്ള 2 അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അതായത് ഒരുപാട് പേര് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 2 മാസമായി അല്ലെങ്കിൽ 3 മാസമായി ATM കാർഡ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ വീഡിയോക്ക് താഴേക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഈ ഒരു വർബ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ സർവീസ് നമ്പറായ 1815551 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാർഡ് വരാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തിട്ട് നിങ്ങളെ ലഭ്യമല്ലാത്തതിനാൽ ആ കാർഡ് ചിലപ്പം ഡെലിവറി കമ്പനി തിരിച്ച് ബാങ്കിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും കാർഡ് ഡെലിവറി വീണ്ടും ആവാത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ കാർഡിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജനുവരിയിൽ അക്കൗണ്ട് എടുത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഒരുപാട് ദിവസമായി കാർഡ് കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് ആ കാർഡ് അവരുടെ ബ്രാഞ്ചിലുണ്ട്, അവിടെ പോയിട്ട് കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ കാർഡ് എത്താൻ ഡിലേ ആയിട്ടില്ല അല്ലെങ്കിൽ കാർഡ് കിട്ടാത്ത ആളുകളൊക്കെ ഈ ഒരു നമ്പറിലൊന്ന് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കാർഡ് എവിടെയാണ് അല്ലെങ്കിൽ ആ കാർഡിൻ്റെ ഇപ്പോഴത്തെ എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്ന് അറിയാനായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ നിന്നും നമ്മൾ ഈ ഒരു സിദ്ധി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സിദ്ധി ആപ്പ് മറ്റൊരു മൊബൈലിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന അവസരത്തിൽ നമുക്കത് സ്വയം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മളുടെ അക്കൗണ്ട് നമ്പറും സിവിൽ ID നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഒക്കെ അടിക്കുന്ന സമയത്ത് ഒരു OTP വരുമ്പോൾ OTP വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ഇങ്ങനെ ഈ ഒരു 1815551 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പല ആളുകളും കോൾ ചെയ്യാതെ വീണ്ടും സംശയത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അത്തരത്തിൽ കോൾ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ ഒരു അക്കൗണ്ട് മറ്റൊരു ഫോണിലേക്ക് റീഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനും അതുമൂലം അവർക്ക് ആ പഴയ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന പഴയ ഡിവൈസിൽ നിന്നും അത് അൺലിങ്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ കോൾ ചെയ്ത് അത് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റുകൾക്കകം തന്നെ നിങ്ങൾക്ക് പുതിയ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫോണിൽ തന്നെ വീണ്ടും നിങ്ങൾക്കത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉള്ളത്. ഇത്തരത്തിലൊരു സെക്യൂരിറ്റി ഓപ്ഷൻ ഇവർ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഹാക്കേഴ്സിൻ്റെ ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു. ആ കോളുകളിലൂടെ അവർ ആദ്യം ആവശ്യപ്പെടുന്നത് ഒരു OTP ആയിരിക്കും. ആ OTP എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം അവർക്ക് കിട്ടും. പിന്നെ രണ്ടാമത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള OTP തരും. അതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ തന്നെ അവർക്ക് അവരുടെ ഫോണിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരിക്കലും അത്തരത്തിലുള്ളൊരു ഹാക്കിംഗ് സംവിധാനം സാധ്യമല്ല. കാരണം നമ്മൾ തന്നെ ഡയറക്റ്റ് ഈ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് നമ്മളുടെ പഴയ മൊബൈലിൽ നിന്നും അൺലിങ്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റൊരു മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നല്ലൊരു സെക്യൂരിറ്റി ഓപ്ഷനാണ്. പക്ഷേ പല ആളുകളും ഇത് വേറൊരു